ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? നെല്ലിക്ക കൊണ്ടൊരു ജ്യൂസ്. നെല്ലിക്ക എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ കലവറയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5-6 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെല്ലിക്കയിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഈ കോവിഡൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേ ഇപ്പോൾ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമെങ്കിൽ ഇത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. നെല്ലിക്കയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു 4-5 കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടിയവർ അല്പം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നെല്ലിക്ക ജ്യൂസ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പ വെച്ചൊരു കപ്പിലേക്ക് അരിച്ചും എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. ഒരു മിൻറ്റ് ലീഫ് അതൊരു 2-3 മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 തുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. മിൻറ്റ് ലീഫ് വേണമെങ്കിൽ അടിക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനിയും ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇത് 2 ഗ്ലാസ് ജ്യൂസിനുള്ളതുണ്ട്. ഞാനിവിടെ മീഡിയം സൈസ് നെല്ലിക്ക ആയതുകൊണ്ട് ഒരു 7 നെല്ലിക്കയാണ് എടുത്തത്. അതൊരു 2 ഗ്ലാസ് ജ്യൂസിനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. തണുപ്പ് കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഐസ് ക്യൂബ്സ് ഒഴിവാക്കാം. എങ്കിലും ഐസ് ക്യൂബ്സ് ഇട്ട് ചില്ലി ചെയ്ത് കുടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി നെല്ലിക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ഹെൽത്തിയുമാണ്. ഈ ചൂടുകാലത്ത് ഇത് കുടിക്കാനായിട്ട് വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്